ധർമ്മത്തിനു ക്ഷയം സംഭവിച്ച കാലം. ത്രിമൂർത്തികള് ഒത്തുകൂടി എങ്ങനെയും ധർമ്മം നിലനിർത്തി ലോകത്തെ രക്ഷിക്കണം. അവര് ചിന്തിച്ചു. പ്രപഞ്ച ശക്തികള് ഏകോപിച്ച് ഒരു ശക്തിക്ക് രൂപം നൽകാൻ അവര് തീരുമാനിച്ചു. അങ്ങനെ ദത്തന് പിറന്നു. ഇതേസമയം ദേവിമാരും ഒത്തുകൂടി അവരുടെ ശക്തികള് ഏകോപിപ്പിച്ച് ത്രിലോകജ്ഞാനിയ ഗാലവ മഹർഷിയുടെ മകളായി ലീലയും പിറന്നു. കാലം കടന്നുപോയി. ദത്തനും ലീലയും വിവാഹിതരായി. ലീല ലൗകികതയില് ചിന്തിച്ചു. ദത്തനോടൊപ്പം ദീർഘകാലം സുഖിച്ചു കഴിയാനായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ ദത്തനാകട്ടെ ലൗകിക കാര്യങ്ങളില് താൽപ്പര്യമില്ല. അവതാര ലക്ഷ്യം നേടണമെന്ന ചിന്തയായിരുന്നു. ദത്തന് തന്റെ ഇഷ്ടത്തിനൊത്തു നിൽക്കുന്നില്ലെന്നു കണ്ടതോടെ ലീലക്ക് ദേഷ്യമായി. ഒരു ദിവസം അവള് ദത്തനെ തടഞ്ഞു നിർത്തി. അങ്ങയുടെ പ്രിയ പത്നിയാണ് ഞാന്. എന്നെ കൈവെടിയരുത്. ലൗകിക സുഖങ്ങളില് മുഴുകിയുള്ള കാലമത്രയും ജീവിക്കണം, അവള് പറഞ്ഞു നോക്കി. ലീലെ, നീ വെറും ചപലയാകരുത്. ദത്തൻ ഓർമ്മിപ്പിച്ചു. ഞാൻ അങ്ങയുടെ മഹിഷിയാണ്. അതിനാൽ എന്നോടൊപ്പം സുഖിച്ചു വാഴുകയെന്നു പറഞ്ഞ് അവള് ദത്തന്റെ കൈകളിൽ പിടിച്ചു. ഛേ, മാറി നിൽക്കൂ എന്നു പറഞ്ഞ് ലീലയെ തള്ളിനീക്കി. നീ മഹിഷി രൂപത്തോടെ അസുരകുലത്തില് പിറക്കട്ടെ എന്നു ദത്തൻ ലീലയെ ശപിച്ചു. ഇതു കേട്ടു കോപാകുലയായ ലീല ദത്തനെയും തിരിച്ചു ശപിച്ചു. ഞാൻ മഹിഷിയായി ജന്മമെടുക്കുമ്പോൾ നീ മഹിഷമായി ജനിക്കട്ടെ, അതോടെ ശാപമോക്ഷവുമാകട്ടെ എന്നതായിരുന്നു ശാപം.